ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് മോൺസ്റ്ററ പ്ലാന്റ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അല്ലേ, ഇങ്ങനെ ഓട്ടമുള്ള ചെടി. അപ്പൊ ഈ ഒരു ചെടീന്റെ മെയിൻ കെയറിങ് ടിപ്സ് ആണ്. ഇത്ര ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ എങ്ങനെയാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ കുഞ്ഞു ചട്ടിയാണ്, പക്ഷെ കണ്ടോ ഇപ്പൊ ഇതിലതാ വേരൊക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും ബുഷായിട്ട് നമുക്ക് ഇങ്ങനെ വളർത്താൻ പറ്റും. അതായത് എൻ്റെ അടുത്ത് നിന്ന് ഇത് പോയ ഒരു ചെടിയായിരുന്നു കേട്ടോ. പോയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് ഇത് പോകാൻ വേണ്ടിയിട്ട്. തീരെ നോക്കിയിട്ടില്ലെങ്കിലും ഇത് എക്സിസ്റ്റ് ചെയ്യും. അത്രയ്ക്ക് നോക്കാനായിട്ട് പോയിട്ട് പിന്നെ അതിനുശേഷം ഞാനൊരു ചെറിയ നോഡിൽ നിന്നും പിന്നെ പിടിപ്പിച്ചെടുത്തൊരു ചെടിയാണ്. അപ്പം ഇതെനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. അതായത് എങ്ങനെ ഇതിൻ്റെ കെയറിങ് ടിപ്സ്, എങ്ങനെയൊക്കെ ഇതിനെ സംരക്ഷിക്കാം, എങ്ങനെയൊക്കെ ഇതിനെ പെട്ടെന്ന് ഇങ്ങനെ ബുഷാക്കി മാറ്റാം എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. വളരെ പെട്ടെന്ന് തന്നെ ബോറടിപ്പിക്കാതെ നിങ്ങളെ വിട്ടുതരാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇത്രയും ബുഷായിട്ട് നമുക്ക് ചെടീനെ വളർത്താൻ പറ്റുന്ന ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരൂ. മോൺസ്റ്ററ അഡാൻസോണി എന്നാണ് ഈ ഒരു വെറൈറ്റീൻ്റെ പേര്. സ്വിസ് ചീസ് പ്ലാന്റ്, സ്വിസ് ചീസ് വൈൻ, ചീസ് പ്ലാന്റ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഈ ചീസ് പ്ലാന്റ് എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്വിസ് ചീസിൻ്റെ ഇതിനോട് സിമിലർ ആണ് ഇതിൻ്റെ ലീവ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇലകൾ നോക്കിയാൽ കാണാൻ പറ്റും. ഹാർട്ട് ഷേപ്പ് ലീഫാണ്, അതിനകത്ത് ഒരു 5 ഹോൾസ് എങ്കിലും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ലീവ്സും ഇങ്ങനെ മെച്ചുവറായി വരുമ്പോഴാണ് ആ ഫെനസ്ട്രേഷൻ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ആണ്. നല്ല പോട്ടിംഗ് മിക്സ് കൊടുത്താലാണ് വേഗം തന്നെ ബുഷായിട്ട് വരുള്ളൂ. ഒരൊറ്റ നോഡിൽ നിന്നാണ് ഞാൻ എൻ്റെ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ട് ബുഷാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ബേസ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സിലാണ് കാര്യം കിടക്കുന്നത്. പിന്നെ ഒരുപാട് വലിയ ചട്ടിയിൽ നടാതെ കുഞ്ഞു ചട്ടിയിൽ പിടിപ്പിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷം വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതൊരു പെരേനിയലാണ്, പാർഷ്യൽ സൺ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് വേണ്ട. പിന്നെ വളരെ മോയ്സ്റ്റ് ആയിട്ടുള്ള വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ വേണം. ഇപ്പോൾ ഇതിൽ ഞാൻ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് ചകിരിച്ചോറാണ് കേട്ടോ. ചകിരിച്ചോറും പിന്നെ ക്ലേ ബോൾസും അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി. ഇപ്പം എൻ്റെ അടുത്ത് കൗഡങ് കഴിഞ്ഞു പോയി, ചാണപ്പൊടി കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എല്ലുപൊടി യൂസ് ചെയ്തത്. വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സാധാരണ കുറച്ച് മണ്ണ്, കുറച്ച് ശതമാനം മണ്ണ് ഉപയോഗിച്ചിട്ടുള്ളൂ, അത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇതാ ഇങ്ങനത്തെ കട്ടിങ്സ്, ഇത് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ നടുന്ന പോലെ തന്നെ ഇങ്ങനെ നോഡ്സ് ഉണ്ടാവും, ഒരുപാട് നോഡ്സ് ആയിരുന്നു, ഓരോരോ റൂട്ട് ഇറങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ ഒറ്റ നോഡ് മതി ശരിക്കും ഇത് നട്ടിട്ട് നല്ല അടിപൊളി ആവാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഒരു കുഞ്ഞു ചട്ടിയിൽ ഒരൊറ്റ നോഡ് കൊണ്ടാണ് ഇത്രയും വേഗം തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നു കേട്ടോ. ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഫുൾ ഇങ്ങനെ ലഷായിട്ട് ഉണ്ടാവും. പിന്നെ നമുക്കത് വേഗം തന്നെ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ വളങ്ങൾ കൊടുക്കണമെന്നില്ല, പക്ഷേ വളങ്ങൾ കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ വേഗം തന്നെ അത് ബുഷായിട്ട് മാറി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതങ്ങനെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് താഴത്ത് കൂടെ ആ വെള്ളം ഡ്രെയിനായി പോണ കാണാൻ പറ്റും. പിന്നെ ക്ലേ ബോൾസ് ഒക്കെ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ വെള്ളം ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കഴിയുന്നത് നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പം എന്നും നമ്മൾ നനയ്ക്കാൻ മറന്നു പോകും, പുറത്ത് വെക്കുന്ന പോലെയല്ല. അപ്പോൾ ഇതുപോലെ ഒരൊറ്റ നോഡ് നിങ്ങൾക്ക് ആ ചട്ടീൻ്റെ ഉൾവശത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരൊറ്റ നോഡിൽ നിന്നാണ് ഇത്രയേറെ ബുഷാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വൈനിങ് ടൈപ്പാണ്. അപ്പോൾ നമ്മൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മഞ്ഞ കളർ വരും, അല്ലെങ്കിൽ വെയിൽ കൂടിക്കഴിഞ്ഞാലും നല്ല മഞ്ഞ കളർ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ്റനൻസ് പോലെ അതിനെ കട്ട് ചെയ്ത് ഒക്കെ വൃത്തിയാക്കി വെക്കുക. ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ്. നമ്മൾ ആദ്യത്തെ പോട്ടിംഗ് മിക്സ് നല്ല റിച്ച് ആയിട്ടുള്ളത് കൊടുത്താൽ തന്നെ നല്ല ഉഷാറായിട്ട് വരും. പിന്നെ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു ജീവിയൊക്കെ ഇങ്ങനെ കടിച്ച് കീറി വെക്കുന്ന പോലെ നമ്മൾ ആ വെയിൻസും ആ ഓട്ടയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഇൻസെക്ട്സ് പോലത്തെ എന്തെങ്കിലും സംഭവം വന്നിട്ട് ഇതാക്കുന്ന കേട്ടോ, ഡിസ്റ്റർബ് ചെയ്യുന്നത്. അത് മാത്രമാണ് ഞാൻ ഇതിനൊരു കേടായിട്ട് കണ്ടിട്ടുള്ളത്. അത്രയും കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി എക്സിസ്റ്റ് ചെയ്യും. അതാണ് വലിയൊരു ചെടി കംപ്ലീറ്റ് ആയിട്ട് നനയ്ക്കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഒരു കുഞ്ഞു നോട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചില്ല, അത്ര പോലും വലുപ്പമില്ല, അതിൻ്റെ ഹോൾസ് ഒന്നും തെളിഞ്ഞ് കണ്ടിട്ട് പോലെ ഒരു കുഞ്ഞിതൊന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇത്ര ഏറെ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിതാ ഇങ്ങനെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെച്ചാൽ അത്യാവശ്യം വലുപ്പം വെച്ചു. അപ്പോൾ അതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ അത് മാക്സിമം വലിച്ചെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വലിയ ചട്ടിയിലേക്ക് മാറ്റുമ്പോഴാണ് കുറച്ചും കൂടി ചെടി നല്ല ഉഷാറായിട്ട് വരിക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോരോ ചെടീൻ്റെ വള്ളിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആ ചെടീനെ അങ്ങനെ ലീവ് ചെയ്യാതെ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ഇതുപോലത്തെ കൊയർ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് അതിനെ കെട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കൊയർ സ്റ്റിക്കിൻ്റെ മേലെ ഫെർട്ടിലൈസർ എപ്പോഴെങ്കിലും ഒക്കെ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് ചെടി ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അത് അതിൻ്റെ ആ ഒരു വെയിൻസ് വലുതാവുന്നതിനനുസരിച്ച് നമുക്കതിനങ്ങനെ ഒരു ടൈ വെച്ചിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നനച്ചാൽ മതി. അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റിലല്ലല്ലോ നമുക്ക് വെക്കുന്നത്. അപ്പോൾ ഒരുപാട് പെട്ടെന്ന് ഡ്രൈ ഒന്നും ആയി പോകില്ല. പിന്നെ നമ്മൾ ഈ ഒരു ക്ലേ ബോട്ടിൽസും കൂടി വെച്ചതിനെ കൊണ്ട് അത്ര പെട്ടെന്ന് ഡ്രൈ ആവില്ല. അപ്പോൾ ഒരു 5-6 ദിവസം
കൂടുമ്പോൾ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ നനച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ പോലെ തന്നെ നമുക്ക് ഇൻഡോറായിട്ട് അടിപൊളിയായിട്ട് പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ വലിയ മെയിൻ്റനൻസ് ഇല്ല. നമ്മൾ ക്ലേ ബോൾസ് ഒക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ തീരെയും കുഴപ്പമില്ല. 2 ആഴ്ചയൊക്കെ നമ്മൾ നനച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചകിരിച്ചോറാണല്ലോ മെയിനായിട്ട്. ഒരു 75% നമ്മൾ ചകിരിച്ചോറ് തന്നെയാണ്. ബാക്കിയാണ് കുറച്ച് മണ്ണും കുറച്ച് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്, വളങ്ങളൊക്കെ. ബാക്കി ഈ ചകിരിച്ചോറുള്ളതിനെ കൊണ്ട് എപ്പോഴും ഒരു തണുപ്പ്, ഒരു ഈർപ്പം അതിനുണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് അത് ഡ്രൈ ആയി പോവില്ല. പിന്നെ നമുക്ക് ഔട്ട്ഡോർ വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. എന്തെങ്കിലും മരത്തിൻ്റെ ഒക്കെ അടിയിലൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ അത് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ഇടയ്ക്ക്, അതായത് നമ്മൾ എപ്പോഴും ഇൻഡോർ വെക്കുമ്പോൾ ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലും നമ്മൾ ചെടീനെ പുറത്തുനിന്ന് കാറ്റ് വെളിച്ചൊക്കെ തട്ടുന്ന രീതിയിൽ പുറത്ത് കൊണ്ട് വെക്കണം. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ നോഡ് കണ്ടോ, ആ നോഡിൽ നിന്നും ഇങ്ങനെ വേരുകൾ ഇറങ്ങി വരുന്നുണ്ടല്ലോ, ആ വേരുകൾ നമ്മൾ ഈ കൊയർ സ്റ്റിക്കുമ്പിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. അത് തിരിയുമ്പം അതപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേഗം പിടിച്ച് കിട്ടും. എന്നിട്ട് അങ്ങനെ മിസ്റ്റിംഗ് ഒക്കെ ഇടയ്ക്ക്, ഫെർട്ടിലൈസറൊക്കെ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ ബേസ് മാത്രം നല്ല ഉഷാറാക്കിയിട്ടുള്ള പോട്ടിംഗ് മിക്സ് മതി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.